SUCIയും SDPIയും എല്ലാം കോൺഗ്രസിൻ്റെ ബി ടീമാണെന്ന് സഭയിൽ തട്ടിവിടുകയാണ് മന്ത്രി KN ബാലഗോപാൽ ചെയ്തത്. ശേഷമോ മന്ത്രിക്ക് വയറ് നിറച്ച് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ UDFന് വലിയ തോതിൽ SDPI പിന്തുണ കിട്ടിയെന്നും ആ രീതിയിൽ അവർ പരസ്പരം മുന്നണി സംവിധാനം പോലെയാണ് മത്സരിച്ചതെന്നുള്ള ബാലഗോപാലിൻ്റെ ആരോപണം പ്രതിപക്ഷ ബഹളത്തിന് വഴിവെച്ചു എന്നുള്ളതാണ് വാസ്തവം. അതായത് ധനമന്ത്രിയിൽ നിന്നും ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു എന്നാണ് കുണ്ടറ MLA ആയ PC വിഷ്ണുനാഥ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് നടന്നാൽ 100 സീറ്റോടെ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നതെന്നും കേരളത്തിൽ CPM വിചാരിച്ചാലും BJP അക്കൗണ്ട് തുറക്കാനേ പോകുന്നില്ല എന്നും PC വിഷ്ണുനാഥ് ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി കൊടുത്തു. ആശാസമരത്തിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിക്കാൻ വേണ്ടി SUCIയുടെ നാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അതും വീണ്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് അഴീക്കോട് MLA ആയ KV സുമേഷ് അത്തരത്തിൽ തന്നെ ന്യായീകരണവുമായി എത്തി. SUCI നേതൃത്വം നൽകുന്ന ന്യായമായ സമരത്തിനൊപ്പം നിന്നാൽ അതിലെന്താണ് തെറ്റ് എന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ കൃത്യമായി മറുപടി പറയുകയും ചെയ്തു. നിയമസഭയിൽ കൊണ്ടും കൊടുത്തും എന്നുള്ള രീതി മാറി ആകെ കൊള്ളാൻ മാത്രമായിരുന്നു സഭയിൽ ഭരണപക്ഷത്തിൻ്റെ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് SDPIക്ക് വളം വെച്ച് കൊടുക്കുന്നത് കൃത്യമായും ആരാണ് എന്നുള്ളത് നിയമസഭയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വളരെ വ്യക്തമായി കാണുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയതയും അവിടെ SDPIയുടെ ഏജൻ്റായി വ്യക്തമായ രീതിയിൽ തന്നെ പണിയെടുക്കുന്നു എന്ന് ആരോപണം ഉള്ള അവിടുത്തെ മുൻ MP ആയിട്ടുള്ള AM ആരിഫും അവിടുത്തെ CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ M നാസറും അതുപോലെ തന്നെ നിലവിലെ അമ്പലപ്പുഴ MLA ആയിട്ടുള്ള H സലാമും ഒക്കെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും SDPIയുമായി കോൺഗ്രസ് കൂട്ടുകൂടില്ല എന്നുള്ളത് തുറന്നടിച്ചതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും SDPIയുടെ വോട്ട് വേണ്ട എന്ന് തുറന്നടിച്ച് പറയാൻ UDF കാണിച്ച ധൈര്യം എന്തുകൊണ്ട് CPIM കാണിച്ചില്ല എന്നുള്ളതും പ്രതിപക്ഷ നേതാവായ VD സതീശൻ തുറന്നടിച്ച ഒരു കാര്യമാണ്. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറുപടി, അതായത് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കിട്ടിയില്ലെങ്കിൽ അത് CPIM മന്ത്രിമാർക്ക് ക്ഷീണമാകും എന്ന രീതിയാണ്. ഇതൊക്കെ കിട്ടുമ്പോഴാണ്, അതായത് വയറ് നിറച്ച് കിട്ടുമ്പോഴാണ് CPIM മന്ത്രിമാർക്ക് ഒരു ഉണർവൊക്കെ ഉണ്ടാകുന്നത്. MLAമാരുടെ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു അവസ്ഥയല്ല. ഏതായാലും പൊട്ടിപ്പൊളിയാൻ പോകുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണവും മോഹിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ആർക്കായിരുന്നാലും സ്വപ്നം കാണാൻ അവകാശമുണ്ടല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തത്.